ആരെയും മുശ്രിക്കാക്കുകയോ കാഫിറാക്കുകയോ ഒന്നും നമ്മുടെ ഉദ്ദേശമല്ല. അങ്ങനെ ആരും വിചാരിക്കണ്ട. ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടുത്തുക. മുശ്രിക്ക് ആക്കുക എന്ന് പറഞ്ഞാൽ ഷിർക്ക് പഠിപ്പിച്ച് ഷിർക്ക് ചെയ്യിപ്പിച്ച് മരിപ്പിക്കാതെ. അത് ചെയ്യുന്നത് സമസ്തയാണ്. സമസ്തകാര് പറയൽ എന്താ? ഞങ്ങളുടെ മുശ്രിക്ക് ആക്കിന്നാ, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്ന പോലെ ഞങ്ങൾ നിങ്ങളെ മുശ്രിക, ഞങ്ങൾ നിങ്ങളെ മുവഹിദാക്കാണ്. നേരെ മറിച്ച് നിങ്ങളുടെ ഉസ്താദുമാര് നിങ്ങളെ മുശ്രിക്കാക്കാണ്. അതിന് സംശയമില്ല. അത് തെളിയിക്കാൻ വേണ്ടി ആദ്യത്തെ നമ്മുടെ 2ാം പരിപാടിയുടെ ആദ്യത്തെ ക്ലിപ്പ് നിങ്ങൾ സൂക്ഷ്മമായി ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങളിൽ ഉണരുന്ന ഒരു ഇസ്ലാം ഉണ്ട്. നിങ്ങൾ പഠിച്ച ഇസ്ലാം വെച്ചിട്ട് ഉസ്താദിന്റെ പരാമർശത്തെ നിങ്ങൾ വിലയിരുത്തുന്നതോടുകൂടി തന്നെ ഫസ്റ്റ് ജഡ്ജ്മെന്റായി. നിങ്ങൾ ആ ക്ലിപ്പ് ഒന്ന് കേൾക്കുക. പല വിധേനയുള്ള സിഹറുകളും ചെയ്ത് പലതും നടത്തി, ഒന്നും ശരിയാകണില്ല. ഹാജ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് നോക്കി പറയാൻ പറ്റുന്ന കരുണക്കടല റബ്ബ് കഴിവ് കൊടുത്ത വലിയ മഹാനാണ്. മഹാനാകുന്ന സുൽത്താനുൽ ഹിന്ദ് അജ്മീർ ഖാജ റളിയല്ലാഹു അൻഹു. അജ്മീർ ഖാജയുടെ അരികിലേക്ക് ജയ്പാൽ. നിങ്ങള് ഈ ക്ലിപ്പിലെ പ്രസക്തമായ ചില ഭാഗങ്ങൾ ഒന്ന്, ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളറിയുന്ന ആളാണ് ഖാജ മൊഹീദ്ദീൻ ചിശ്തി അജ്മീരി. ഇതാണ് 1. 2, അള്ളാഹുവിന്റെ പേരിൽ ഒരു പച്ചക്കള്ളം. ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ളത് അറിയാനുള്ള കഴിവ് അജ്മീർ ഷെയ്ഖിന് കൊടുത്തിട്ടുണ്ട് എന്നാണ് വലിയുദ്ദീൻ ഫൈസി ഇവിടെ പറയുന്നത്. 1, അള്ളാന്റെ പേരിലുള്ള അതിക്രമമാണ്. അലല്ലാഹിൽ കദിബ്, അള്ളാന്റെ പേരിൽ. വമൻ അദ്ലമു മിമ്മൻ, ആരുണ്ട് ഏറ്റവും വലിയ അക്രമി? അലല്ലാഹിൽ കദിബ്, അള്ളാന്റെ പേരിൽ കള്ളം പറയുന്നവനേക്കാൾ വലിയ അക്രമി. 1, മനുഷ്യന്റെ, അത് ഒരാളുടേതല്ല, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹ്ക്ക് കേരളക്കാരെ കൽബിന്റെ ഉള്ളിലെതിരെ അറിയൂ, ഇന്ത്യക്കാരെ കൽബിന്റെ ഉള്ളിലുള്ളതേ അറിയൂ, പാകിസ്ഥാന്റെ ഹൃദയത്തിലുള്ള അറിയില്ല. അങ്ങനെ ഉണ്ടോ? ഇല്ലല്ലോ. എല്ലാ മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ളതും അറിയുന്നവൻ ആരാ? അത് റബ്ബാണെന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. അവരെയാണ് മുസ്ലിങ്ങൾ എന്ന് പറയാം. ഇന്ന് ഇവിടുത്തെ അജ്മീർ ഷെയ്ഖ് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ, എവിടെ ഉള്ളിൽ? ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ. ഹൃദയത്തിനൊരു ഉള്ളുണ്ട്, അതിന്റെയും ഉള്ളിൽ എന്ന് പറയുമ്പോ മേന്മ കൂടുകയാണ്. അങ്ങനെ മേന്മ കൂടിയ ഒരാളാണ് അജ്മീർ ഷെയ്ഖ് എന്നാണ് പറയുന്നത്. അങ്ങനെ കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന് ഫൈസിനോട് അല്ല പറഞ്ഞോ? അല്ല പറഞ്ഞോ ഞാൻ അങ്ങനെ കഴിവ് കൊടുത്തിട്ടുണ്ട്? നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലുള്ളത് അറിയാനുള്ള കഴിവ് ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് എന്നതിന് എന്താ രേഖ? ചെങ്ങൈമാരെ, അല്ല അങ്ങനെ കഴിവ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറയുന്നത്, ഞാൻ ജമാൽ ചെറുപാടിന്റെ കയ്യിൽ 1 ലക്ഷം ഉൾപ്പെടുത്തുന്ന ഇവിടെ ഒരു പള്ളി നിർമ്മിക്കുക, ഒരു ഉദാഹരണമാണ് പറയുന്നത്. ഞാൻ പറയണ്ടേ നിങ്ങളോട് കൊടുത്തിട്ടുണ്ട് എന്ന്? അല്ല പറഞ്ഞോ ഫൈസിനോട്? അല്ല പറഞ്ഞോ ഫൈസിനോട് അജ്മീർ ഖാജാക്ക് ഞാൻ ഇങ്ങനെ ഉള്ളിന്റെ ഉള്ളറിയാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്? അത് അള്ളാന്റെ പേരിലുള്ള കള്ളമാണ്, പിൻവലിക്കണം. ഞാൻ ഫൈസിനോട് പറയുന്നത് എന്താ പറഞ്ഞാൽ, നിങ്ങൾ ആലോചിച്ചു, ദുനിയാവും മാത്രമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. നിങ്ങൾ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ കരഞ്ഞ ഒരാളല്ല, കൃത്രിമമായി കരഞ്ഞ ഒരാളാണ്. അതൊക്കെ ഇതിൽ വരുന്നുണ്ട്. കള്ളക്കണ്ണീര് വെക്കുക, ആളുകളെ പറ്റിക്കുക, പൈസയാണ് മുഖ്യ ലക്ഷ്യം, വേറൊന്നുമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന സത്യമാണ്. ഇതിലെന്തില്ല? ദീനില്ല, മരണാനന്തര ജീവിതമല്ല, ആഖിറല്ല, തട്ടിപ്പ് മാത്രമാണ് മുഖമുദ്ര, വേറൊന്നുമില്ല. ഇതിൽ ദീനില്ല എന്ന് ഈ പരിപാടി കഴിയുമ്പോൾ അങ്ങ് മനസ്സിലാവും. നമ്മൾ ഒരു കാര്യം പറയാം. എന്താണ് അള്ളാഹിനെ പറ്റി നമ്മളെ റസൂൽ നമ്മളോട് പഠിപ്പിച്ച്? അള്ളാഹുവിന്റെ റസൂലാണല്ലോ ഖുർആൻ പഠിപ്പിച്ചെന്നത്, നമുക്ക് ആർക്കും സംശയമില്ല. ആ റസൂൽ ഓതിത്തന്ന ഖുർആൻ അതിലെന്താ പറയുന്നത്? സൂറത്ത് ഖാഫ്, ഞാൻ തെളിവാണ് പറയുന്നത്. സൂറത്ത് ഖാഫ് 50-ാം അധ്യായം 16-ാമത്തെ വചനം. വലഖദ് ഖലഖ്നൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. നിങ്ങളുടെ ജീവനാഡിയേക്കാളും അടുത്ത റബ്ബ്, നിങ്ങളുടെ കണ്ണിന്റെ കട്ടുനോട്ടം മറയുന്ന റബ്ബ്,
നിങ്ങളുടെ നഫ്സിന്റെ മന്ത്രങ്ങൾ അറിയുന്ന റബ്ബ്, നിങ്ങളുടെ മനസ്സിന്റെ, നിങ്ങളുടെ ഹൃദയത്തിന്റെ മന്ത്രം, ആന്തോളനങ്ങൾ, അതിൽ വരുന്ന ചിന്തകൾ, അതിലെന്താ ഉള്ളത്? നിഫാക്കാണോ, ശിർക്കാണോ, കുഫ്റാണോ, കാപട്യമാണോ, നന്മയാണോ, സ്നേഹമാണോ, പരലോകബോധമാണോ, പേടിയാണോ എന്ന് അറിയുന്നത് റബ്ബാണ് എന്ന് പറയാം. അള്ളാഹുവിന്റെ റസൂൽ ഓതിത്തരിക 50-ാം അധ്യായം 16-ാമത്തെ വചനം 20 വരെ. നമ്മൾ ആലോചിക്കേണ്ട പോയിന്റാണ്. നിങ്ങളുടെ മനസ്സിന്റെ മന്ത്രം, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ള്, അതറിയുന്നവനാണ് റബ്ബ്. അതറിയുന്ന ആളാണ് അജ്മീർ ഷെയ്ഖും. എങ്കിൽ അന്താദാണോ, നിദ്ദാണോ? വമിനന്നാസി, മനുഷ്യർക്കിടയിലുണ്ട് എന്ത്? അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കുന്നവർ. സൂറത്ത് ഇഖ്ലാസ്, അതിൽ അവസാന വാചകം എന്താ? വലം യകുല്ലഹു കുഫുവൻ അഹദ്, അള്ളാഹ്ക്ക് തുല്യരായ ഒരാളില്ല എന്നാ. അള്ളാഹ് മനുഷ്യന്റെ ഹൃദയത്തിലുള്ളത് അറിയും. ശരി, ഓക്കെ, തൗഹീദാണ്. റസൂൽ മനുഷ്യന്റെ ഹൃദയത്തിലുള്ളത് അറിയും. ശിർക്കാണ്, കുഫ്റാണ്, പാടില്ലാത്തത്. അങ്ങനെ ഒരു വിശ്വാസം ഇസ്ലാമിലില്ല, അങ്ങനെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല.